ചാന്ദ്രദിന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന 50 ചോദ്യോത്തരങ്ങൾ. ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണാത്മക ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം SLV-3. ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? സ്പുട്നിക് 1. ഇന്ത്യയുടെ ആദ്യ ആണവ റിയാക്ടർ ഏത്? ഉത്തരം അപ്സര. ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഉത്തരം കൽപ്പന 1. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഉത്തരം കോപ്പർനിക്കസ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ലെബനിറ്റ്സ്. ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? ഉത്തരം 23 തവണ. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? ഉത്തരം തുമ്പ, തിരുവനന്തപുരം. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2019 സെപ്റ്റംബർ 7. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം ഏത്? ഉത്തരം GSLV Mark II. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യ നിർമ്മിതി? ഉത്തരം ചൈനയിലെ വൻമതിൽ. ചന്ദ്രയാൻ 2 വിക്ഷേപണവുമായി സഹകരിച്ച രാജ്യം ഏത്? ഉത്തരം റഷ്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 പേടകം ഇറങ്ങിയ സ്ഥലം? ഉത്തരം ശിവശക്തി പോയിന്റ്. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം സൂപ്പർ മൂൺ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത്? ഉത്തരം ടൈറ്റാൻ. മൂൺ ഇംപാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേരെന്ത്? ഉത്തരം ഷാക്കിൽട്ടൺ ഗർത്തം. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര്? ഉത്തരം അലൻ ഷെപ്പേർഡ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റിച്ചാർഡ് നിക്സൺ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം ഏത്? ഉത്തരം 1984. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വാഹനം ഏത്? ഉത്തരം സോയൂസ് T-11. സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത്? ഉത്തരം ഓഷൻസാറ്റ് 1. എത്ര ലോകരാഷ്ട്രത്തലവന്മാർ ഒപ്പിട്ട ഫലകമാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ സ്ഥാപിച്ചത്? ഉത്തരം 158. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്രത്തലവന്മാരുടെ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം PV ഗിരി. നീൽ ആംസ്ട്രോങ്ങും കൂട്ടുകാരും ചന്ദ്രനിൽ ഇറങ്ങിയത് കെട്ടുകഥയാണ് എന്ന് പ്രതിപാദിക്കുന്ന വിവാദ പുസ്തകം ഏത്? ഉത്തരം നാസ മൂൺഡ് അമേരിക്ക. നാസ മൂൺഡ് അമേരിക്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം റാൾഫ് റിനെ. ചന്ദ്രനിൽ പതാക നാട്ടുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4. സ്പുട്നിക് 1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 1957 ഒക്ടോബർ 4. ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം ഡെന്നീസ് ടിറ്റോ. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം അനൗഷ അൻസാരി. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം മരിയ. ബഹിരാകാശത്ത് വെച്ച് മാരത്തോൺ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത വനിത ആര്? ഉത്തരം സുനിത വില്യംസ്. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏത്? ഉത്തരം ലൂണ 1. ചന്ദ്രനിൽ എത്തിയ ആദ്യ കൃത്രിമ വസ്തു? ഉത്തരം ലൂണ 2. ചന്ദ്രനിൽ ആദ്യമായി വിജയകരമായി ഇറങ്ങിയ സോഫ്റ്റ് ലാൻഡിംഗ് ബഹിരാകാശ വാഹനം ഏത്? ഉത്തരം ലൂണ 9. ആദ്യമായി ബഹിരാകാശത്ത് എത്തുന്ന ജീവി? ഉത്തരം ലൈക്ക എന്ന പട്ടി. ലൈക്ക സഞ്ചരിച്ച വാഹനം ഏത്? ഉത്തരം സ്പുട്നിക് 2. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ്
സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ചൊവ്വയിൽ. ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ചത് ആര്? ഉത്തരം ജെയിംസ് ഇർവിൻ. ജെയിംസ് ഓടിച്ച വാഹനം ഏത്? ഉത്തരം റോവർ. മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണം കൊണ്ടുവന്ന വാഹനത്തിൻ്റെ പേരെന്ത്? ഉത്തരം ലൂണ 16. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള. ബഹിരാകാശത്ത് കൂടുതൽ കാലം താമസിച്ച ഇന്ത്യൻ വനിത? ഉത്തരം സുനിത വില്യംസ്. ബഹിരാകാശത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം യൂറി ഗഗാറിൻ. റഷ്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേരെന്ത്? ഉത്തരം റോസ്കോസ്മോസ്. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം ആസ്ട്രോനട്സ്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം കോസ്മോനട്സ്.